ഭീകരവാദ ഭീഷണികളെ നേരിടുന്നതിലും യുദ്ധസന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിലും നിർണായകമായ ഒരു സംഘടനാപരമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. ബറ്റാലിയൻ തലത്തിൽ ആളില്ലാ ആകാശ വാഹനങ്ങളും അഥവാ UAV ഡ്രോണുകളും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും സംയോജിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ പരിഷ്കരണം. കഴിഞ്ഞ മെയ് മാസത്തിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് സൈന്യം നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്ക് ശേഷമാണ് മാസങ്ങളായി ചർച്ചയിൽ ഉണ്ടായിരുന്ന ഈ നവീകരണ പദ്ധതിക്കായി വേഗത കൈവന്നത്. ഇനി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ പാഠങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലാൾപ്പട, പീരങ്കി കവചിത യൂണിറ്റുകൾ, UAV കൗണ്ടർ UAV കഴിവുകൾ ഉൾപ്പെടുത്തുക എന്നതൊക്കെയാണ് ഈ പരിവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ ഡ്രോണുകൾ ഉപയോഗത്തിലുണ്ടെങ്കിലും അവയെ പലപ്പോഴും ദ്വിതീയ ഉപകരണങ്ങളായിട്ടാണ് സൈന്യം കണ്ടിരുന്നത്. അതിനാൽ തന്നെ ചുമതലകൾ നിർവഹിക്കാൻ സൈനികർക്ക് അധിക ബാധ്യത വന്നിരുന്നു. പുതിയ ഘടന പ്രകാരം ഈ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നതിനായി ഓരോ ബറ്റാലിയനിലും പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ രൂപീകരിക്കും. ഓരോ വിഭാഗത്തിനും ഒരു നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥർക്ക് ഈ മുന്നണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരിശീലനം നൽകാനും അനുവദിക്കുന്ന ഒരു ഘടന രൂപപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്നെല്ലാം സൈനിക വൃത്തങ്ങളാണ് വ്യക്തമാക്കിയത്. കാലാൾപ്പടയിൽ പ്ലാറ്റൂണിലും കമ്പനി തലത്തിലും നിരീക്ഷണ ഡ്രോണുകൾ വിന്യസിക്കാനാണ് സാധ്യത. ഈ മാറ്റത്തിനായി ഡ്രോൺ പ്രവർത്തനങ്ങളും അനുബന്ധ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി ഒരു യൂണിറ്റിൽ ഏകദേശം 70 സൈനികരെ പുനർവിന്യസിക്കേണ്ടി വരും. ഒരു സാധാരണ ഇൻഫൻട്രി ബറ്റാലിയനിൽ 4 കമ്പനികളിലായി 36 പോരാട്ട വിഭാഗങ്ങളും നിരവധി സപ്പോർട്ട് പ്ലാറ്റൂണുകളും ഉൾപ്പെടുന്നുണ്ട്. ഭൈരവ് എന്ന പേരിൽ 250 പേർ വീതമുള്ള 30 പുതിയ ലൈറ്റ് കമാൻഡോ ബറ്റാലിയനുകൾ രൂപീകരിക്കാനും സൈന്യം പദ്ധതിയിടുന്നുണ്ട്. നിർവചിക്കപ്പെട്ട പ്രവർത്തന മേഖലകളിലെ കൃത്യതയുള്ള ദൗത്യങ്ങൾക്കായി ഈ യൂണിറ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകും. അവർ വിവിധ കമാൻഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുകയും നിർദ്ദിഷ്ട മിഷൻ പ്രൊഫൈലുകളെ അടിസ്ഥാനമാക്കി പരിശീലനം നൽകുകയും സജ്ജരാക്കുകയും ചെയ്യും. ഈ യൂണിറ്റുകൾ രൂപീകരിക്കാൻ ഇൻഫൻട്രി റെജിമെന്റൽ സെന്ററുകൾക്ക് ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആദ്യ ബറ്റാലിയനുകൾ 1 മാസത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. കാലാൾപ്പട, കവചിത വാഹനങ്ങൾ, പീരങ്കി യൂണിറ്റുകൾ, UAV ആസ്തികൾ കൂടാതെ ലോജിസ്റ്റിക്സ് എന്നിവയെ ഒരൊറ്റ സ്വയംഭരണ പോരാട്ട സേനയാക്കി മാറ്റുന്ന സംയോജിത പോരാട്ട രൂപീകരണങ്ങളായ യുദ്ധ ബ്രിഗേഡുകളുടെ രൂപീകരണമാണ് നവീകരണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പരമ്പരാഗത യുദ്ധ സാഹചര്യങ്ങളിലും ഹൈബ്രിഡ് യുദ്ധ സാഹചര്യങ്ങളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ ബ്രിഗേഡുകൾക്ക് കഴിയും. പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഇച്ഛാനുസൃതമാക്കിയ പിന്തുണാ സംവിധാനങ്ങളും നെറ്റ്വർക്കുകളും ഉണ്ടായിരിക്കും. നിലവിലുള്ള ഓരോ പീരങ്കി റെജിമെന്റിലും സാധാരണയായി 6 തോക്കുകളുള്ള 3 ബാറ്ററികൾ ഉണ്ടായിരിക്കും. പുതിയ പദ്ധതി പ്രകാരം ഇവയിൽ 2 എണ്ണം അധിക തോക്കുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തും. മൂന്നാമത്തേതിൽ നിരീക്ഷണത്തിനും പോരാട്ടത്തിനും പിന്തുണ നൽകുന്ന ഡ്രോൺ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തും. ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസിൽ നടത്തിയ പ്രസംഗത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ ഘടനാപരമായ സംരംഭങ്ങളിൽ ചിലത് വിശദീകരിച്ചിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യത്തെ ആധുനിക യുദ്ധമുഖത്ത് കൂടുതൽ സജ്ജമാക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ രാജ്യം.